ഉണ്ണി ബാലകൃഷ്ണൻ, പാർട്ടിയെ സംഘടനാപരമായും ആശയപരമായും ശക്തിപ്പെടുത്തുക എന്നതാണ് AICC സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ആശയം അവരുടെ പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ച ചെയ്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം സച്ചിൻ പൈലറ്റ് അവതരിപ്പിച്ചു. പ്രമേയം പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് ഉണ്ടായത്. സംഘടനാപരമായി DCCയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. പ്രതീക്ഷ നൽകുന്ന ഒരു സമ്മേളനമായിരുന്നു ഈ അഹമ്മദാബാദ് സമ്മേളനം. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു കോൺഗ്രസ് സമ്മേളനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയത്തിൽ വലിയ ഗൗരവതരമായ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭ്യമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. 2025 അതായത് ഈ വർഷം ജനുവരി 31 ഡൽഹിയിൽ ദളിത് ചിന്തകരുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്യുന്നത്. എന്താണെന്നോ നോക്കൂ, രാജ്യത്ത് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ആവശ്യങ്ങൾക്ക് പരിഗണനയും മുൻഗണനയും നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ആ സമ്മേളനത്തിൽ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നോക്കക്കാരുടെയും ദളിതരുടെയും വിശ്വാസം പാർട്ടിക്ക് നഷ്ടമായി. ഒരർത്ഥത്തിൽ RSS ഇന്ന് അധികാരത്തിൽ വരാൻ കാരണവും അതാണ്. ഈ അപജയം സംഭവിക്കുന്നത് 1990 മുതലാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. 2-3 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു പ്രസംഗത്തിലെ ഏതാനും വരികളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ 1990ൻ്റെ പ്രത്യേകത? 1990 അന്ന് അധികാരത്തിലിരുന്ന VP സിംഗ് ഗവൺമെൻറ് പിന്നാക്കക്കാർക്ക് 27% സംവരണം നൽകുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ 2 പാർട്ടികൾ അതിശക്തമായി എതിർത്തു. ഒന്ന് സ്വാഭാവികമായും BJP, 2 കോൺഗ്രസ്. അപ്രതീക്ഷിതമായി കോൺഗ്രസ് രാജ്യത്ത് 52% പിന്നോക്ക സമുദായക്കാരുള്ളപ്പോൾ അവർക്ക് 27% സംവരണം നൽകണമെന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ലോക്സഭയിൽ വെക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രസംഗിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ പാർലമെന്റിലെ ഏറ്റവും ദീർഘമായ പ്രസംഗമായിരുന്നു മണ്ഡൽ വിരുദ്ധ പ്രസംഗം എന്ന് പറയുന്നത്. ആ മണ്ഡൽ വിരുദ്ധ പ്രസംഗത്തോടെ രാജ്യത്തെ പിന്നാക്കക്കാർ ഒറ്റയടിക്ക് കോൺഗ്രസിനെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച സമാജ്വാദി പാർട്ടി പോലെ, ലാലു പ്രസാദിൻ്റെ പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് അവർ മാറി. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു തിരിച്ചടി രാഷ്ട്രീയമായി യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് സംഭവിച്ചത് 1990 അത് പിന്നോക്കക്കാർ, ദളിതർ, മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾ ആ പാർട്ടിയിലുള്ള വിശ്വാസം പിൻവലിച്ച് മറ്റു പ്രസ്ഥാനങ്ങളുടെ ഭാഗമായതോടുകൂടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ജാതി സെൻസസ് നടപ്പാക്കണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറഞ്ഞത്? 2024 തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ചത് 400 സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു വരും എന്നാണ്. അതിനെതിരായിട്ട് പ്രതിപക്ഷം പറഞ്ഞത് എന്താണ്? ഇവർ 400 സീറ്റിൽ വിജയിച്ചു വന്നാൽ ഇവർ ഭരണഘടന തിരുത്തി എഴുതും. രാഹുൽ ഗാന്ധി ഭരണഘടനയായിട്ടാണല്ലോ എല്ലായിടത്തും സഞ്ചരിച്ചിരുന്നത്. ഭരണഘടന തിരുത്തി എഴുതിയാൽ എന്താ സംഭവിക്കുക? ഭരണഘടനാപരമായി പിന്നാക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും ഇനി ഇല്ലാതാകും എന്നാണ് ആ ജനങ്ങളോട് പറഞ്ഞത്. എന്താ സംഭവിച്ചത്? വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. അതിൽ നിന്നൊരു രാഷ്ട്രീയ പാഠം കോൺഗ്രസ് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ആശയത്തെ മാറ്റുന്നു. ഇപ്പോൾ അവർ വളരെ ശക്തമായി പറയുന്നത് രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും നിലപാടെടുക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇനി കോൺഗ്രസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ പ്രമേയമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയൊരു ആവശ്യമല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 70% സംവരണം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 70% ആളുകൾ രാജ്യത്ത് പിന്നാക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങളാണ്, ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പോൾ 100 പേരെ എടുത്താൽ 70 പേര് ഏത് മേഖലയിലും അവരുടെ പ്രാതിനിധ്യം 70 ആയിരിക്കണം എന്നാണ്. അതൊരു വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയാണ്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവുകയും അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമാണ്, ആ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇതുവരെ കോൺഗ്രസിനെ കുറിച്ചുള്ള അപവാദം എന്താണ്? അതൊരു മൃദുഹിന്ദുത്വ പാർട്ടിയാണ് എന്നുള്ളതാണ്. അവരുടെ സമീപനങ്ങൾ എപ്പോഴും മൃദുഹിന്ദുത്വമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ഗുണവും കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അതിതീവ്രമായ ഹിന്ദുത്വം BJP പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൃദുഹിന്ദുത്വം പറയുന്നവർക്ക് എന്ത് പ്രസക്തിയാവുള്ളത്? അപ്പം അവിടെയുമില്ല ഇവിടെയുമില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഇനി കോൺഗ്രസിന് പോകാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ വ്യക്തത വരുത്തുന്നു എന്നുള്ളതാണ് ഈ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിശ്ചയമായും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് രീതി നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എവിടെയൊക്കെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പിന്തുണച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ത്യ മുന്നണിക്കായിരുന്നു വലിയ നേട്ടം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്
ഉത്തർപ്രദേശിൽ വലിയ നേട്ടമല്ലേ ഉണ്ടായത്. എന്താ കാരണം? പിന്നാക്ക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും സമാജ്വാദി പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നു. എന്നാൽ ബീഹാറിൽ ആ നേട്ടം ഉണ്ടായില്ലല്ലോ കോൺഗ്രസിന്. ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ആ നേട്ടം ഉണ്ടായില്ലല്ലോ. എന്താ കാരണം? അവിടെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ നിതീഷ് കുമാറിനോടൊപ്പം നിന്നത്. കാരണം അദ്ദേഹം അവിടെ ജാതി സർവേ നടത്തിയ ആളാണ്. അതേസമയം രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ആ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നത്. എന്നാൽ ഗുജറാത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഈ രീതിയിൽ എവിടെയൊക്കെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ആ മുന്നണിക്കായിരുന്നു വിജയം. ഇതൊരു രാഷ്ട്രീയ പാഠമാണ്. ഒരു കണക്കൂടി പറയാം. രാജ്യത്ത് 84 SC സീറ്റുകളാണുള്ളത്, ഷെഡ്യൂൾ കാസ്റ്റ് സീറ്റുകളാണുള്ളത്. 2019 തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ 8 സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയത്. 8 സീറ്റുകൾ മാത്രമായി 84 കിട്ടിയത്. പക്ഷേ 2024 അവരുടെ സീറ്റ് എത്രയായിട്ട് വർദ്ധിച്ചു എന്നറിയാവോ? 20 സീറ്റുകളായിട്ട് വർദ്ധിച്ചു. 16% വോട്ടായിരുന്നു അവർക്ക് 2019 തെരഞ്ഞെടുപ്പ് കിട്ടിയത്. 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 21% വോട്ട് ഷെയർ വർദ്ധിച്ചു. അവിടെ എന്താ പറ്റിയത്? 15 സീറ്റുകൾ കുറഞ്ഞു BJPയുടെ. അപ്പോൾ പിന്നാക്ക ദളിത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രാഷ്ട്രീയത്തെ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ രാഷ്ട്രീയ നയത്തിൽ ശക്തമായൊരു വ്യതിയാനം സംഭവിക്കുന്നു. അത് ഈ രാജ്യത്തെ പിന്നാക്ക ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. ഈ ആശയം പറയുന്നത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ സംഘടനാ മിഷണറിയെ കൂടി ശക്തമാക്കണം. ആ സംഘടനാ മിഷണറിയെ ശക്തമാക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് എന്താണെന്ന് അറിയാമോ? KPCCകളിലേക്കല്ല, PCCകളിലേക്കല്ല നോട്ടം വെച്ചത്. സാധാരണ ഹൈക്കമാൻഡ് പരിപാടി എന്താ? പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുക, അതിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കുക. അവിടെയൊക്കെയാണ് ഹൈക്കമാൻഡ് അഭിപ്രായം പറയുന്നത്. അവരുടെ ഒരു ലക്ഷ്യം അതുമാത്രമാണ്. അത് മാറ്റി വെച്ചുകൊണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നത്? ജില്ലകളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക DCC പ്രസിഡന്റുമാരെ. അവരെ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പം ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കേരളം ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ കൃത്യമായ പങ്കുവയ്ക്കലാണല്ലോ. A ഗ്രൂപ്പ് പങ്കുവയ്ക്കും, I ഗ്രൂപ്പ് പങ്കുവയ്ക്കും, തിരുത്തൽവാദികൾ ഉണ്ടായിരുന്നപ്പോൾ അവർ പങ്കുവയ്ക്കും. അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾക്ക് അവരുടെ താല്പര്യക്കാർക്ക് പങ്കുവെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാരെ ഓരോ പദവികളിൽ ഇരുത്താൻ ഇനി കഴിയില്ല എന്നാണ് ഖർഗെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരെടുത്തിരിക്കുന്ന നിലപാട് ഡിസ്ട്രിക്ട് കമ്മിറ്റികളെ ശക്തമാക്കുക എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റികളെ ശക്തമാക്കുന്നു, അതിന് താഴെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെ ശക്തമാക്കുന്നു. അപ്പോൾ 1725ഓളം പ്രതിനിധികൾ പങ്കെടുത്ത ഈ അഹമ്മദാബാദിലെ AICC സമ്മേളനം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ട് നിർണായകമാണ്. ഒന്ന്, അത് അതിൻ്റെ രാഷ്ട്രീയ നയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. 2, ആ സംഘടന ഇനി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ റോഡ് മാപ്പും ഉണ്ടാക്കിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ നിർണായകമായ ഒരു സമ്മേളനമായി അഹമ്മദാബാദ് സമ്മേളനം അടയാളപ്പെടുത്തപ്പെടും. അതിൻ്റേതായ രാഷ്ട്രീയ ഫലങ്ങൾ നിശ്ചയമായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.